അതിശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തിലെ നിരവധി ഡാമുകൾ നിറഞ്ഞതിനാൽ അധിക ജലം സുരക്ഷിതമായി ഒഴുക്കേണ്ടി വന്നു. ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷം. അങ്ങനെ ഹെലികോപ്റ്റർ കാണാൻ ഭാഗ്യമുണ്ടായി അല്ല. അയ്യോ, കഞ്ഞി അടുപ്പത്തിട്ടേക്കുന്നു. ഞാൻ പോവാ. നിങ്ങൾ പശുവിനെയും കൊണ്ടുവന്നേക്ക് മഴയ്ക്ക് മുന്നേ. നീ നോക്കിപ്പോ, വെള്ളക്കെട്ടിലൊന്നും വീഴാതെ. അയ്യോ, എന്ത് വലുതായി ഹെലികോപ്റ്റർ! ഇത്രയും അടുത്ത് കാണുന്ന ഇത് ആദ്യമായ. कोई आदमी हाथ हिला रहा है, जल्दी उसे बचाना चाहिए. വേഗം ജൽദി ജൽദി. दादाजी डरिए मत, हम आपको सुरक्षित जगह पर पहुंचा देंगे. പ്രളയഭൂമിയിൽ നിന്നും രക്ഷാസേന ഹെലികോപ്റ്ററിൽ അതിവിദഗ്ധമായി ഇദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടുവന്നു. താങ്കൾ എന്ത് തോന്നുന്നു? അനെ ഹലോ, ആരാ? രമ്യ മോളെ, അങ്ങേര് പശുവിനെ കൊണ്ട് തീറ്റാൻ പോയേക്കുവാ. എപ്പോ? അച്ഛനെ ടി വി കാണിക്കുന്നുണ്ടല്ലോ. നീ എന്താ പറയുന്നേ? അങ്ങേരിവിടെ ഉണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കനത്ത മഴയാണ് പ്രധാന കാരണമെങ്കിലും ഡാം തുറന്നതോടെ വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത നീ വർദ്ധിച്ചു. കളിക്കല്ലേ വെറുതെ. അങ്ങേര് വന്നെന്ന് തോന്നുന്നു. പശുവിന്റെ കരച്ചിൽ കേൾക്കുന്നു വെളിയിൽ. ഞാൻ നോക്കട്ടെ. ആരാന്ന് വിചാരിക്കുന്നേ? അയ്യോ, അങ്ങേരില്ല. പശു മാത്രമേ ഉള്ളൂ. അരമണിക്കൂർ കൊണ്ട് എങ്ങോട്ട് പോയി? നീയും ചോദിച്ചു പറ. ദൈവമേ, ഇപ്പൊ അച്ഛൻ എവിടെയുണ്ട്? കേക്കണോ? ഇപ്പൊ അച്ഛൻ എന്ത് തിരുവനന്തപുരത്തോ? വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുവാണെന്നും പറഞ്ഞു ഹെലികോപ്റ്ററുകാരെ രക്ഷിച്ചുകൊണ്ടുപോയി. അയ്യോ, ഇവിടെ ആണെങ്കിൽ കറണ്ടും ഇല്ല. ടി വി കാണാൻ മോളെ. ഇനി എന്ത് ചെയ്യും? അയ്യോ, ഒരു ഉടുപ്പ് പോലും അച്ഛൻ ഇട്ടിട്ടില്ല. ഹെലികോപ്റ്ററിന് കയ്യും കാണിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പാടത്തിന്.